ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർജിൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിലുള്ള മാർജിൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച്, മാർജിൻ മണിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഫോർവേഡ് കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരുന്നു കൗണ്ടർ പാർട്ടി റിസ്ക് എന്നുള്ളത്. ഫോർവേഡ് കോൺട്രാക്റ്റ് ഓൾവേസ് ഹാസ് എ കൗണ്ടർ പാർട്ടി റിസ്ക്. ഫോർവേഡ് കോൺട്രാക്റ്റിൽ എന്തുണ്ടാവും? എപ്പോഴും ഒരു കൗണ്ടർ പാർട്ടി റിസ്ക് അല്ലെങ്കിൽ ഒരു ഡിഫോൾട്ട് റിസ്ക് ഉണ്ടാവും. ദ ഡിഫോൾട്ട് റിസ്ക് അറൈസസ് വെൻ വൺ ഓഫ് ദി കോൺട്രാക്റ്റിംഗ് പാർട്ടി ഫെയിൽ ടു ഫുൾഫിൽ ഇസ് ഒബ്ലിഗേഷൻ. ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റിംഗ് പാർട്ടി അയാളുടെ കരാർ പ്രകാരമുള്ള അയാളുടെ ഉത്തരവാദിത്തം ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ അപ്പോഴാണ് കൗണ്ടർ പാർട്ടി റിസ്ക് അല്ലെങ്കിൽ ഡിഫോൾട്ട് റിസ്ക് എന്ന് പറയുന്ന റിസ്ക് ഉണ്ടാവും. ഇൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ കൗണ്ടർ പാർട്ടി റിസ്ക് ഉണ്ടാവില്ല. ഫോർവേഡ് കോൺട്രാക്റ്റുകളെ പോലെയല്ല ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ കൗണ്ടർ പാർട്ടി റിസ്ക് അഥവാ ഡിഫോൾട്ട് റിസ്ക് ഉണ്ടാവുകയില്ല. ബിക്കോസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഫ്യൂച്ചർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യപ്പെടുന്ന ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഓരോ ക്ലിയറിംഗ് ഹൗസുകൾ ഉണ്ടാവും. ഫ്യൂച്ചർ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട ഡിഫോൾട്ട് റിസ്കിനെ അവർ അണ്ടർടേക്ക് ചെയ്യും. ക്ലിയറിംഗ് ഹൗസ് അണ്ടർടേക്സ് ദ ഡിഫോൾട്ട് റിസ്ക്. ക്ലിയറിംഗ് ഹൗസ് എന്ത് ചെയ്യും? ഡിഫോൾട്ട് റിസ്കിന് അല്ലെങ്കിൽ കൗണ്ടർ പാർട്ടി റിസ്കിനെ അവരങ്ങ് ഏറ്റെടുക്കും. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഇറ്റ് സെൽഫ് ഫ്രം ദിസ് റിസ്ക്, ഡിഫോൾട്ട് റിസ്കിൽ നിന്നും കോൺട്രാക്റ്റിംഗ് പാർട്ടീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലിയറിംഗ് ഹൗസ് റിക്വയർസ് ദ പാർട്ടീസ് ടു കീപ്പ് എ മാർജിൻ മണി ഇൻ ക്ലിയറിംഗ് ഹൗസ്. കോൺട്രാക്റ്റിംഗ് പാർട്ടീസിന് അഥവാ ബയറും സെല്ലറും അവരെ ഡിഫോൾട്ട് റിസ്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലിയറിംഗ് ഹൗസിന് മാർജിൻ മണി ആവശ്യമാണ്. അത് കൊടുക്കുന്ന ആരാണ്? ഈ ബയറും സെല്ലറുമാണ്. ദ ബയർ ആൻഡ് സെല്ലർ, ദ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് മസ്റ്റ് മെയിൻറ്റെയിൻ എ മാർജിൻ മണി ഇൻ ഫ്രണ്ട് ഓഫ് ദി ക്ലിയറിംഗ് ഹൗസ്. ക്ലിയറിംഗ് ഹൗസിൽ എന്ത് ചെയ്തിരിക്കണം? ക്ലിയറിംഗ് ഹൗസിൽ ബയറും സെല്ലറും എന്ത് ചെയ്തിരിക്കണം? ഒരു മാർജിൻ മണി എന്ത് ചെയ്തിരിക്കണം? കീപ്പ് ചെയ്തിരിക്കണം. മാർജിൻ മണി കീപ്പ് ചെയ്തിരിക്കണം. ആരുടെ അടുത്ത്? ക്ലിയറിംഗ് ഹൗസിൻ്റെ അടുത്ത്. ആസ് എ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ക്ലിയറിംഗ് ഹൗസ് മുമ്പാകെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മാർജിൻ മണി വെക്കുന്നത്. ആരൊക്കെയാണ് കൊടുക്കുന്നത്? ബയറും സെല്ലറും. Thus margins are amounts required to be paid by the dealers in respect of their future positions to ensure that both parties will perform their contract obligation. അതുകൊണ്ട് തന്നെ മാർജിൻ എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് റിക്വയർഡ് ടു പേ ബൈ ദി ഡീലേഴ്സ്. ഒരു കോൺട്രാക്റ്റിൽ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഡീൽ ചെയ്യുന്ന ഡീലേഴ്സ് പേ ചെയ്യേണ്ട എമൗണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്ന എമൗണ്ടാണ് ഏത്? ഈ പറയുന്ന മാർജിൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ റെസ്പെക്ട് ഓഫ് ദെയർ ഫ്യൂച്ചേഴ്സ് പൊസിഷൻസ് to ensure that both parties will perform their contract obligation. അതായത് കരാറിലുള്ള രണ്ടാളുകൾ, ബയറും സെല്ലറും, അവരുടെ കരാർ പ്രകാരമുള്ള അവരുടെ ഒബ്ലിഗേഷൻസിനെ, അവരുടെ കടമകളെ നിർവഹിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ഡീലേഴ്സും, ഈ ബയറും സെല്ലറും ഒടുക്കേണ്ട എമൗണ്ടാണ് ഇത് മാർജിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ പെർഫോമൻസ് ബോണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. സാധാരണ മാർജിൻ മണി അല്ലെങ്കിൽ മാർജിൻ എന്ന് പറയുന്നത് മൊത്തം കോൺട്രാക്റ്റ് വാല്യൂവിൻ്റെ 5 മുതൽ 10% വരെയാണ്. മാർജിൻ മണി എന്ന് പറയുന്ന 5 മുതൽ 10% വരെയാണെന്ത് ഈ മാർജിൻ മണി ഉണ്ടാവുക. ഓക്കെ, പ്രധാനമായിട്ടും ഈ മാർജിൻ സിസ്റ്റം കൊണ്ടുവന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ടു സേഫ് ഗാർഡ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് ദി ഫ്യൂച്ചർ മാർക്കറ്റിൻ്റെ ഇൻറ്റഗ്രിറ്റി, അഖണ്ഡത ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അഖണ്ഡത സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. അതുപോലെ തന്നെ ടു എൻഷുർ ദ പെർഫോമൻസ് ഓഫ് ദി ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നതിനെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഫ്യൂച്ചർ കോൺട്രാക്റ്റ് പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു ഗ്യാരൻറ്റി എന്നുള്ള രീതിയിലാണ് ക്ലിയറിംഗ് ഹൗസുകൾ മാർജിൻ സിസ്റ്റം ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മാർജിൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. പിന്നെ
ഏതെല്ലാം തരത്തിലുള്ള മാർജിൻ ഉണ്ട് എന്ന് ചോദ്യം വന്നേക്കാം. ദർ ആർ 3 ടൈപ്സ് ഓഫ് മാർജിൻ ഇൻ എ മാർജിൻ സിസ്റ്റം. ഫ്യൂച്ചർ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള മാർജിൻ ആണ് ഉള്ളത്. 3 ടൈപ്സ് ഓഫ് മാർജിൻ. ഒന്നാമത്തെ മാർജിനാണ് ഇനീഷ്യൽ മാർജിൻ. ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ ആ വാക്ക് തന്നെയുണ്ട് അല്ലേ, തുടക്കം എന്നുള്ള അർത്ഥമാണ്. ഇറ്റ് ഈസ് ദ മാർജിൻ ദാറ്റ് മസ്റ്റ് ബി പെയ്ഡ് ബൈ ബോത്ത് പാർട്ടീസ് അറ്റ് ദ ടൈം ഓഫ് എൻറ്ററിങ് ഇൻ ടു എ ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ള പാർട്ടീസ്, കോൺട്രാക്റ്റിംഗ് പാർട്ടീസ്, ബയറും ഉണ്ടായിരിക്കാം സെല്ലറും ഉണ്ടായിരിക്കാം. ഇവർ രണ്ടുപേരും കീപ്പ് ചെയ്യേണ്ട ഒരു മാർജിനാണ് ഏത്? കരാറിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് കീപ്പ് ചെയ്യേണ്ട ഒരു മാർജിനാണ് ഏത്? ഇനീഷ്യൽ മാർജിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബയർ ലോങ് പൊസിഷനിലും സെല്ലർ ഷോർട്ട് പൊസിഷനിലുമാണ് ഉണ്ടാവുക. ഈ രണ്ട് പേരും എന്ത് ചെയ്തിരിക്കണം? ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്തിരിക്കണം? ആരുടെ അടുത്ത്? ക്ലിയറിംഗ് ഹൗസിന് മുമ്പാകെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. വെൻ എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്റ്റ്, ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ക്ലിയറിംഗ് ഹൗസ് മുമ്പാകെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടാണിത്. ആരൊക്കെയാണ്? ബയറും സെല്ലറും. ഓക്കെ, ഇതിനെ ഓർഡിനറി മാർജിൻ എന്നാണ് വിളിക്കുന്നത്. ഇനീഷ്യൽ മാർജിൻ ഈസ് ജനറലി ഈക്വൽ ടു എബൌട്ട് 2% ഓഫ് ദി കോൺട്രാക്ട് വാല്യൂ. ഇനീഷ്യൽ മാർജിൻ എന്ന് പറയുന്നത് മൊത്തം കോൺട്രാക്റ്റ് വാല്യൂവിൻ്റെ 2% തുല്യമായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇവിടെ ക്യാഷ് അല്ലെങ്കിൽ ട്രഷറി ബില്ലുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മാർജിൻ റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട്, മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്തേതാണ് മെയിൻ്റനൻസ് മാർജിൻ എന്നറിയപ്പെടുന്നത്. മെയിൻ്റനൻസ്, ദിസ് ഈസ് ദ മാർജിൻ ദാറ്റ് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ദ കോൺട്രാക്ട് പീരീഡ്. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ കാലാവധി അല്ലെങ്കിൽ ആ പീരീഡ്, ഒരു പീരീഡ് ഉണ്ടാവില്ല, ഒരു കാലാവധി ഉണ്ടാവും. ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ കാലയളവിൽ മുഴുവൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, നിലനിർത്തി പോരേണ്ട മാർജിനാണ് ഇത് മെയിൻ്റനൻസ് മാർജിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഈസ് ദ മിനിമം എമൗണ്ട് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ എ മാർജിൻ അക്കൗണ്ട്. ഒരു മാർജിൻ അക്കൗണ്ടിൽ കെപ്റ്റ് ചെയ്യേണ്ട, സൂക്ഷിക്കേണ്ട മിനിമം എമൗണ്ടാണ് ഏത്? ഈ പറയുന്ന മെയിൻ്റനൻസ് മാർജിൻ എന്നുള്ളത്. ദിസ് ഈസ് ദ അഡീഷണൽ മാർജിൻ റിക്വയർഡ് ബൈ ദി ക്ലിയറിംഗ് ഹൗസ്. ഇനീഷ്യൽ മാർജിന് പുറമെ അധികമായി വേണ്ടി വരുന്നൊരു മാർജിനാണ് ഏത്? ക്ലിയറിംഗ് ഹൗസിന് വേണ്ടി വരുന്നൊരു മാർജിനാണ് ഏത്? മെയിൻ്റനൻസ് മാർജിൻ. ഇനീഷ്യൽ മാർജിന് പുറമെയാണ് ഈ മാർജിൻ ഉള്ളത്. ഇറ്റ് മേ ഈക്വൽ ടു 75% ഓഫ് ഇനീഷ്യൽ മാർജിൻ. ഇനീഷ്യൽ മാർജിൻ്റെ 75% തുല്യമായിരിക്കും ഏത്? മെയിൻ്റനൻസ് മാർജിൻ എന്നുള്ളത്. ഇഫ് ദ മെയിൻ മാർജിൻ അക്കൗണ്ട് ബാലൻസ് ഫാൾസ് ബിലോ ദ മെയിൻ്റനൻസ് മാർജിൻ, മാർജിൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് മെയിൻ്റനൻസ് മാർജിനേക്കാളും താഴേക്ക് വരികയാണെങ്കിൽ, അതായത് മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുന്നത് 75% ആണ് ഇനീഷ്യൽ മാർജിൻ്റെ, ആ 75%നും താഴേക്ക് വരികയാണെങ്കിൽ, 75%നും താഴേക്ക് വരികയാണ് എങ്കിൽ the client will ask you to deposit the variation margin to restore the margin account into the initial level. ഇനീഷ്യൽ ലെവലിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ക്ലയൻറ്റ് എന്ത് ചെയ്യും? ആവശ്യപ്പെടുമെന്ത്? ആ ബാക്കി എത്രയാണോ വേരിയേഷൻ വന്നിട്ടുള്ളത് ആ എമൗണ്ട് അടക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? പറയും. ഇതാണ് മെയിൻ്റനൻസ് മാർജിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് വേരിയേഷൻ മാർജിൻ. മൂന്നാമത്തെ ടൈപ്പാണ് വേരിയേഷൻ മാർജിൻ എന്ന് അറിയപ്പെടുന്നത്. വേരിയേഷൻ മാർജിൻ, ഇഫ് ദ ഇൻവെസ്റ്റേഴ്സ് മാർജിൻ അക്കൗണ്ട് ബാലൻസ് ഫാൾസ് ബിലോ ദ മെയിൻ്റനൻസ് മാർജിൻ. അതായത് ഒരു നിക്ഷേപകൻ്റെ, ഒരു ഇൻവെസ്റ്ററുടെ മാർജിൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് മെയിൻ്റനൻസ് മാർജിനേക്കാളും താഴേക്ക് പോവുകയാണ് എങ്കിൽ, ഇഫ് ദ ഇൻവെസ്റ്റേഴ്സ് മാർജിൻ അക്കൗണ്ട് ബാലൻസ് ഫാൾ ബിലോ ദ മെയിൻ്റനൻസ് മാർജിൻ, മെയിൻ്റനൻസ് മാർജിനേക്കാളും താഴേക്ക് പോവുകയാണ് എങ്കിൽ, വേരിയേഷൻ മാർജിൻ മസ്റ്റ് ബി ആഡഡ് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു ദി ഇനീഷ്യൽ മാർജിൻ. ആ വേരിയേഷൻ വന്നിട്ടുണ്ട്, മാറ്റം മെയിൻ്റനൻസ് മാർജിൻ താഴേക്ക് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് വീണ്ടും ഇനീഷ്യൽ മാർജിനിലേക്ക് ഇതിനെ കൊണ്ടുപോവേണ്ടതുണ്ട്. ഇനീഷ്യൽ മാർജിനിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന എമൗണ്ടാണ് ഏത്? വേരിയേഷൻ മാർജിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ദാറ്റ് മസ്റ്റ് ബി ഡെപ്പോസിറ്റഡ് ബൈ ദി ട്രേഡർ ടു ബ്രിങ് ദ മാർജിൻ അക്കൗണ്ട് ബാലൻസ് ടു ഇനീഷ്യൽ മാർജിൻ ലെവൽ. അതായത് ഇറ്റ് ഈസ് ദ എമൗണ്ട്, ഇതാണ് ഒരു തുക. ഈ ഒരു തുക മസ്റ്റ് ബി ഡെപ്പോസിറ്റഡ് ബൈ ദി ട്രേഡർ. ട്രേഡർ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ടു ബ്രിങ് ദ മാർജിൻ അക്കൗണ്ട് ബാലൻസ് ഇൻ ടു ഇനീഷ്യൽ മാർജിൻ ലെവൽ.
മാർജിൻ അക്കൗണ്ട് ബാലൻസ് ഇനീഷ്യൽ മാർജിൻ ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടാണ് ഏത് ഈ പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള മാർജിൻസ്, ഒന്ന് ഇനീഷ്യൽ മാർജിന്, രണ്ടാമത്തേത് മെയിൻ്റനൻസ് മാർജിന്, മൂന്നാമത്തേത് വേരിയേഷൻ മാർജിൻ. ഇങ്ങനെ 3 തരത്തിലുള്ള മാർജിനാണ് ഉണ്ടാവുക. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് പഠിക്കാം. ആൻ ഇൻവെസ്റ്റർ എൻ്റർ ഇൻ ടു എ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഓൺ March 1, 2019. ഒരു ഇൻവെസ്റ്റർ എന്ത് ചെയ്തു? ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്തു. എന്നാണ്? 1 മാർച്ച് അല്ലേ, 1-ാം തീയതി മാർച്ച് 2019. കോൺട്രാക്റ്റിൻ്റെ സൈസ് ശ്രദ്ധിക്കുക. കോൺട്രാക്റ്റിൻ്റെ സൈസ് എന്ന് വെച്ചാൽ എന്താണ്? എമൗണ്ട് ഓഫ് അണ്ടർലൈങ് അസറ്റ് ഇൻക്ലൂഡഡ് ഇൻ എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റിൽ അടങ്ങിയിരിക്കുന്ന അണ്ടർലൈങ് അസറ്റുകളുടെ എണ്ണമാണ് എന്ത് സൂചിപ്പിക്കുന്നത്? കോൺട്രാക്റ്റ് സൈസ് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എത്രയാണ്? 500 ഷെയർസാണ്. അപ്പോൾ ഇതെന്താണ്? ഷെയർ ഫ്യൂച്ചറാണ്. ഷെയറിൻ്റെ മുകളിലുള്ള ഫീച്ചറാണത് അല്ലേ? ഷെയറിന് മുകളിലുള്ള ഫീച്ചേഴ്സാണ്. ഷെയറാണ് അണ്ടർലൈങ് അസറ്റ്. പിന്നെ പ്രൈസ് പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ വില എത്രയാണ്? 100 രൂപയാണ്. അപ്പോൾ ടോട്ടൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വാല്യൂ, മൊത്തം ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 500 × 100 = 50,000. 50,000 രൂപയാണ് മൊത്തം കോൺട്രാക്റ്റ് വാല്യൂ. കോൺട്രാക്റ്റ് സൈസ് 500 ഷെയറാണ്. പ്രൈസ് പെർ ഷെയർ 100 ആണ്. സോ എന്ത് ചെയ്യുന്നു? 50,000 രൂപയാണ് മൊത്തം കോൺട്രാക്റ്റിൻ്റെ വാല്യൂ എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്ക് നോക്കാം ഇനീഷ്യൽ മാർജിൻ. ഇനീഷ്യൽ മാർജിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മാർജിൻ എന്ത് ചെയ്യുന്നു? സാധാരണ 5 മുതൽ 10% വരെയാണ് വെക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 10 എടുക്കുന്നതെന്ന് കരുതുക. ഇനീഷ്യൽ മാർജിൻ 10%. 50,000-ൻ്റെ 10% 5,000 രൂപ. സോ ഇനീഷ്യൽ മാർജിൻ കിട്ടി 5,000 രൂപ. പിന്നെ നമ്മൾ പഠിച്ചതാണേത്? മെയിൻ്റനൻസ് മാർജിൻ എന്നുള്ളത് അല്ലേ? മെയിൻ്റനൻസ് മാർജിൻ എന്താണ്? ഇനീഷ്യൽ മാർജിൻ്റെ 75% എന്നുള്ളതാണ്. ഇനീഷ്യൽ മാർജിൻ എത്രയാണ്? 5,000 രൂപയാണ്. അതിൻ്റെ 75% എന്ന് പറയുമ്പോൾ 3,750. അപ്പോൾ ഇനീഷ്യൽ മാർജിനും മെയിൻ്റനൻസ് മാർജിനും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഓൺ ദി നെക്സ്റ്റ് ഡേ, ഇഫ് ദ ക്ലയൻറ്റ് സഫേർഡ് എ ലോസ് ഓഫ് ₹1,000, ദ മാർജിൻ അക്കൗണ്ട് ബാലൻസ് വിൽ ഫാൾ റെഡ്യൂസ്ഡ് ടു 4,000. നമുക്കറിയാം ഇനീഷ്യൽ മാർജിൻ 5,000 ആയിരുന്നു. ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് ഡേ നമ്മൾ കരാറിൽ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ഡേ എന്ത് ചെയ്തു? ഒരു 1,000 രൂപയുടെ ലോസ് ഉണ്ടായി എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? മാർജിൻ അക്കൗണ്ട് ബാലൻസിൽ എന്ത് ചെയ്യും? 1,000 രൂപ കുറവ് വരും. അതായത് ഇനീഷ്യൽ മാർജിൻ 5,000 ഉള്ളത് 4,000 ആയി. കാരണം 1,000-ൻ്റെ ലോസ് വന്നു. അറ്റ് ദിസ് സ്റ്റേജ് ദ വേരിയേഷൻ മാർജിൻ വിൽ നോട്ട് ബി ആസ്ക്ഡ് ആസ് ഇറ്റ് ഈസ് എബവ് മെയിൻ്റനൻസ് മാർജിൻ. പക്ഷേ ഇവിടെ എന്തും ഒരു പൈസ നമ്മൾ എന്ത് ചെയ്യില്ല? ആവശ്യപ്പെടില്ല. എഗെയിൻ ഇഫ് ദ ഇൻവെസ്റ്റർ സഫേർഡ് എ ഫർദർ ലോസ് ഓഫ് ₹500, പിന്നീട് പിറ്റത്തെ ദിവസം എന്ത് ചെയ്തു? 500 രൂപയുടെ ലോസ് ഉണ്ടായി എന്ന് കരുതുക. സോ ദ മാർജിൻ അക്കൗണ്ട് ബാലൻസ് ഈസ് ₹3,500. ഇപ്പോൾ എത്രയായി മാറി? മാർജിൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് 3,500 ആയി. മെയിൻ്റനൻസ് മാർജിൻ്റെ ബാലൻസ് എത്രയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്? 5,000-ൻ്റെ 75% 3,750 രൂപ. സോ 3,750 രൂപയിലേക്കും താഴെ പോയി. അതായത് മെയിൻ്റനൻസ് മാർജിൻ ലെവലിനേക്കാളും താഴെ പോയി. മെയിൻ്റനൻസ് മാർജിനേക്കാളും താഴെ പോയി. മെയിൻ്റനൻസ് മാർജിൻ 3,750 രൂപയായിരുന്നു. പക്ഷേ ഇപ്പോൾ മാർജിൻ അക്കൗണ്ട് ബാലൻസ് എത്രയാണ്? 3,500 രൂപയാണ്. ഹിയർ ദ ഇൻവെസ്റ്റർ ആസ്ക്ഡ് ടു ഡെപ്പോസിറ്റ് 1,500 ആസ് വേരിയേഷൻ മാർജിൻ ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു ഇനീഷ്യൽ മാർജിൻ ലെവൽ. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റർ എന്ത് ചെയ്യുന്നു? ആവശ്യപ്പെടുന്നതിന് ഡെപ്പോസിറ്റ് ചെയ്യുവാൻ 1,500 രൂപ ആസ് വേരിയേഷൻ മാർജിൻ. 1,500 രൂപ വേരിയേഷൻ മാർജിൻ എന്നുള്ള രീതിയിൽ പേ ചെയ്യുവാൻ വേണ്ടിയിട്ട് ടു ബ്രിങ് ഇറ്റ് ബാക്ക് ടു ദ ഇനീഷ്യൽ മാർജിൻ ലെവൽ. ഇനീഷ്യൽ മാർജിൻ ലെവലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യുന്നു? 3,500 ആണുള്ളത് അല്ലേ? മെയിൻ്റനൻസ് മാർജിന് 3,750 ആണ്. അപ്പോൾ മെയിൻ്റനൻസ് മാർജിന് താഴേക്ക് പോയാൽ ആ മെയിൻ്റനൻസ് മാർജിൻ ലെവൽ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. വീണ്ടും നമ്മൾ പഴയ പൊസിഷനിലേക്ക് വരണം. ഏത് പഴയ പൊസിഷൻ എന്ന് വെച്ചാൽ ഏതാണ്? ഇനീഷ്യൽ മാർജിനിലേക്ക്. അതായത് 3,500 രൂപയായാൽ വീണ്ടും നമ്മൾ എത്രയാണ് കൊടുക്കേണ്ടത്? 1,500 രൂപയോളം കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഇനീഷ്യൽ മാർജിന് ഇത് ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതാണെന്ത് പ്രധാനമായിട്ടും ഇതിൽ ഉൾക്കൊള്ളുന്ന ഈ മാർജിൻ്റെ കാര്യത്തിൽ വരുമ്പോഴുള്ളത്. അടുത്തതാണ് മാർക്കിംഗ് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റ് എന്നുള്ളത്. മാർക്കിംഗ് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റ് നമുക്കറിയാം ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ കേസിൽ ഇൻ കേസ് ഓഫ് എ ഫോർവേഡ് കോൺട്രാക്ട് ഓൺ എക്സ്പയറി ഡേറ്റ് ദ കോൺട്രാക്ട് സെറ്റിൽഡ് ബൈ ഡെലിവറി ഓഫ് ദി അസറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ദി മണി. ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു എന്ത്?
കരാർ എക്സ്പയർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? കോൺട്രാക്റ്റ് സെറ്റിൽ ചെയ്യുന്നു. എങ്ങനെയാണ്? ഡെലിവറി ഓഫ് ദി അസറ്റ്, ഫിസിക്കൽ ഡെലിവറി ഓഫ് ദി അസറ്റ്. ഏത് ആസ്തിയുടെ മുകളിലാണോ ഇതുള്ളത് അവിടെ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്ന ഫിസിക്കൽ ഡെലിവറി അതിനെന്ത് ചെയ്യുന്നു? ആ സെല്ലറിൽ നിന്നും ബയറിലേക്ക് എന്ത് ചെയ്യുന്നു? ആ അസറ്റിനെ ഡെലിവർ ചെയ്തുകൊണ്ട് ഫോർവേഡ് കോൺട്രാക്റ്റ് അവസാനിക്കുന്നു. അതുപോലെ പേയ്മെൻറ്റ് ഓഫ് മണി, ബയർ എന്ത് ചെയ്യുന്നു? ആ അസറ്റിൻ്റെ പ്രൈസ് കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഓൺ ദി അതർ ഹാൻഡ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ദ പ്രാക്ടീസ് ഡിഫറെൻ്റ് ആണ്. ഹിയർ ഓൺലി റെയർലി ദ കോൺട്രാക്റ്റ് ഈസ് സെറ്റിൽഡ് ഓൺ എക്സ്പയറി ഡേറ്റ്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ എക്സ്പയറി ഡേറ്റിൽ സെറ്റിൽ ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാറുള്ളൂ. ജനറലി ഇറ്റ് ഈസ് സെറ്റിൽഡ് ഓൺ ഡെയിലി ബേസിസ്. സാധാരണഗതിയിൽ എന്താണ് ഇത് സെറ്റിൽ ചെയ്യുന്നത്? ഡെയിലി ബേസിസിലാണ്. ഓരോ ദിവസവും ഡേ ടു ഡേ അല്ലേ, ദൈനംദിനമായിട്ടാണ് ദിവസവും എന്ത് ചെയ്യുന്നു? അത് സെറ്റിൽ ചെയ്യാണ് പതിവ്. ഇറ്റ് ഈസ് സെറ്റിൽ ഡെയിലി ഓൺ സെറ്റിൽമെൻറ്റ് പ്രൈസ്. ഒരു നിശ്ചിത സെറ്റിൽമെൻറ്റ് പ്രൈസിൽ എന്ത് ചെയ്യുന്നു? ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു? ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റുകൾ സെറ്റിൽ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് മാർക്കിംഗ് ടു മാർക്കറ്റ് എന്നുള്ളത്. ദ സിസ്റ്റം ഓഫ് ഡെയിലി സെറ്റിൽമെൻറ്റ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഓൾസോ കോൾഡ് മാർക്കിംഗ് ടു മാർക്കറ്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാർക്കിംഗ് പ്രോഫിറ്റ് ഓർ ലോസ് ദാറ്റ് അക്രൂസ്ഡ് ടു ട്രേഡേഴ്സ് ഓൺ ഡെയിലി ബേസിസ്. ഓരോ ദിവസവും ട്രേഡേഴ്സിന് എത്ര പ്രോഫിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ ലോസ് ഉണ്ടായി എന്ന് രേഖപ്പെടുത്തുന്ന മാർക്ക് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഇത് ഈ പറയുന്നത്. ഇൻ ഷോർട്ട്, മാർക്കിംഗ് ടു മാർക്കറ്റ് ഇൻവോൾവ്സ് ഡെയിലി സെറ്റിൽമെൻറ്റ് ഓഫ് ഫ്യൂച്ചേഴ്സ്. ദ ടേം സിംപ്ലി മീൻസ് സെറ്റിൽമെൻറ്റ്. ഇവിടെ മാർക്കിംഗ് അല്ലേ, മാർക്കിംഗ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് എന്താണ്? സെറ്റിൽമെൻറ്റ് എന്നുള്ളതാണ്. ആ ദിവസത്തെ വിലയിൽ അത് സെറ്റിൽ ചെയ്യാണ് ചെയ്യുന്നത്. The basic purpose of marking to market is that the futures contract should be daily settled and not at the end of its life. ഇതിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ്, മാർക്കിംഗ് ടു മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ഡെയിലി സെറ്റിൽഡ് ആയിരിക്കണം. അല്ലാതെ എന്തായിരിക്കരുത്? ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റിനല്ല അതെന്ത് ചെയ്യേണ്ടത്? സെറ്റിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ട്രേഡിംഗ് ഡേ, ഓരോ ട്രേഡിംഗ് ഡേയുടെ ദിവസവും ഓരോ വ്യാപാര ദിവസവും മാർജിൻ അക്കൗണ്ട് ഈസ് അഡ്ജസ്റ്റഡ് വിത്ത് ഗെയിൻ ഓർ ലോസ്. മാർജിൻ അക്കൗണ്ട് എന്ത് ചെയ്യും? ലാഭത്തിനും നഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വെൻ ദർ ഈസ് എനി ഡിക്രീസ് ഇൻ ഫ്യൂച്ചേഴ്സ് പ്രൈസ് ഓഫ് ദി ബയർ ഓഫ് ദി ഫ്യൂച്ചേഴ്സ് ഈസ് ഡെബിറ്റഡ്. അതായത് എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഫ്യൂച്ചർ പ്രൈസിൽ എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഡിക്രീസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ലോസ് ഉണ്ടാവും, സെല്ലർക്ക് ഗെയിൻ ഉണ്ടാവും. ദെർഫോർ മാർജിൻ അക്കൗണ്ട് ഇൻ ലോങ് പൊസിഷൻ ഡെബിറ്റഡ് ആൻഡ് മാർജിൻ അക്കൗണ്ട് ഇൻ ഷോർട്ട് പൊസിഷൻ ഈസ് ക്രെഡിറ്റഡ്. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരാൾക്ക് അറിയാലോ, സീറോ സം ഗെയിമാണല്ലോ. അതായത് ഒരാൾക്ക് ലാഭം ഉണ്ടാകുമ്പോൾ മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാകുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ ഡേ ടു ഡേ ബേസിസിലാണ് പ്രോഫിറ്റും ലോസും, ബയർക്കും സെല്ലർക്കും ഡേ ടു ഡേ ബേസിസിലാണ് പ്രോഫിറ്റും ലോസും ഉണ്ടാകുന്നത്. അല്ലാതെ ഒറ്റയടിക്ക് ഒരു മെച്യൂരിറ്റി പീരീഡിൽ ഒറ്റയടിക്കല്ല ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ കാണാൻ ഒരു എക്സാമ്പിൾ പറയുന്നു. 9 ദിവസത്തെ ഒരു ഫ്യൂച്ചറിൻ്റെ പ്രൈസാണ് കൊടുത്തിട്ടുള്ളത്. 1 മുതൽ 9 വരെ ദിവസം. ആദ്യത്തെ ദിവസം 600 ആണ്, പിന്നെ 595 ആണ്, പിന്നെ 603 ആണ്, 596 ആണ്, 591 ആണ്, 585 ആണ്, 575 ആണ്, 579 ആണ്, 608 ആണ്. ഇങ്ങനെ നമുക്ക് കാണാം. അതുപോലെ ഡെയിലി ഗെയിൻ ഓർ ലോസ്. മാർച്ച് 1-ാം തീയതി ഗെയിനും ലോസും ഇല്ല, കാരണം നമ്മൾ അന്നാണ് അതിലേക്ക് കോൺട്രാക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. സോ അവിടെ പ്രോഫിറ്റും ലോസും ഉണ്ടാവുന്നില്ല. പക്ഷേ നെക്സ്റ്റ് ഡേയിൽ എന്ത് ചെയ്തു? ഒരു 500ൻ്റെ മൈനസ് വന്നു, അതുപോലെ ഒരു 800ൻ്റെ പോസിറ്റീവ് വന്നു, നെഗറ്റീവ് എമൗണ്ട് ഒരു മൈനസ് വന്നത് 700, പിന്നെ -500, -600, പിന്നെ -1000, പിന്നെന്ത് ചെയ്തു? പോസിറ്റീവായിട്ടുള്ള എമൗണ്ടാണ് 400, പിന്നെ അവസാനം 2900. ഇങ്ങനെ ഓരോ ദിവസവും ഗെയിനും ലോസും ഉണ്ടാവും. ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിളാണ് ഇവിടെ പരിഗണിക്കുന്നത്. അതായത് ഒരു ഷെയറിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ ഒരു ഗോൾഡിൻ്റെ മുകളിലുള്ള ഒരു ഇതാണ് നമ്മളിവിടെ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഗോൾഡിൻ്റെ ഇതിലെന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞ ഇങ്ങനെയാണ്. ഗോൾഡിൻ്റെ വിലയിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യുന്നു? വരുന്ന മാറ്റമാണ്. ഓരോ ഗ്രാമിന് 600 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു? 600 രൂപയിൽ
ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് അത് ബാധിക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നു, മാർജിൻ്റെ ബാലൻസ് അവസാനം നോക്കിയാൽ കാണാം മാർജിൻ്റെ ബാലൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം 6000 രൂപയാണ് മാർജിൻ ബാലൻസ് വെച്ചിരുന്നത്, പിന്നെ 5500 പിന്നെ 6300 6400 5900 5300 4300 6400 ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇത് കാണുന്നത്. ഓൺ 7th മാർച്ച് നമ്മൾ ഇതിൽ നോക്കിയാൽ അറിയാം, മാർച്ച് 7-ാം തീയതി ദ ബാലൻസ് ഓഫ് മാർജിൻ അക്കൗണ്ട് ഫാളൻ ബിലോ ദ മെയിൻ്റനൻസ് മാർജിൻ. 7-ാം തീയതി എന്ത് ചെയ്തു, മെയിൻ്റനൻസ് മാർജിനേക്കാളും താഴെ പോയി. ശ്രദ്ധിക്കേണ്ട കാര്യം 6000 രൂപയാണ് ഇനീഷ്യൽ മാർജിന്, മൊത്തം കരാർ തുക 60000 അതിൽ ഇനീഷ്യൽ മാർജിൻ 10%, അതായത് 6000 രൂപ. മെയിൻ്റനൻസ് മാർജിൻ എന്ന് പറയുമ്പോൾ 6000-ൻ്റെ 7.5%, 4075%. ഏതാണ് 7.5%? 75% ഏതാ വരിക? 4500 രൂപ. സോ മാർച്ച് 7-ാം തീയതി നമുക്ക് നോക്കിയാൽ കാണാം മാർജിൻ ബാലൻസ് എന്തിലേക്ക് പോയി, മാർജിൻ ബാലൻസ് എന്ത് ചെയ്തു, മെയിൻ്റനൻസ് മാർജിൻ ലെവലിനേക്കാളും താഴേക്ക് പോയി. അതായത് 4300 മെയിൻ്റനൻസ് മാർജിൻ 4500 ഉണ്ടായിരുന്നത്, അതിനും താഴേക്ക് പോയി. സോ എന്ത് ചെയ്യണം, ഇനീഷ്യൽ മാർജിൻ ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എത്ര രൂപ വേണം? ഇനീഷ്യൽ മാർജിൻ 6000 രൂപയാണ്, ഇവിടെ 4300 സോ എത്ര ഇനി അഡീഷണൽ ആഡ് ചെയ്യണം? 4300 ആഡ് ചെയ്യണം. അതാണ് വേരിയേഷൻ മാർജിൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേരിയേഷൻ മാർജിന് അതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു, അതിൽ ഒരു ഇത് കൊടുത്തു, സപ്പോസ് ദ ഗോൾഡ് ഈസ് സോൾഡ് ഓൺ 9th മാർച്ച്. 9-ാം തീയതി മാർച്ചിന് ഇത് എന്ത് ചെയ്യുന്നു, ഗോൾഡ് സോൾഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് എത്രയായിരിക്കും? സെല്ലിംഗ് പ്രൈസ് എത്രയാണ് നോക്കുക അന്ന് മാർജിൻ ബാലൻസിൽ? സെല്ലിംഗ് പ്രൈസ് എത്രയാണ് നോക്കുക? 9300 രൂപയാണ് മാർച്ച് 9-ാം തീയതിയിലെ മാർജിൻ ബാലൻസിൻ്റെ വാല്യൂ. ലെസ് കോസ്റ്റ്, അതിനെന്ത് ചെയ്യുക, ചിലവ് കുറയ്ക്കുക. ചിലവ് എന്തൊക്കെയാണ്? 6000 പ്ലസ് വേരിയേഷൻ മാർജിൻ. 6000 രൂപ നമ്മൾ ആദ്യം മാർജിൻ ബാലൻസ് വെച്ചു, പിന്നെ എന്ത് ചെയ്തു, വേരിയേഷൻ ഉണ്ടായപ്പോൾ മെയിൻ്റനൻസ് മാർജിനിൽ താഴെ പോയപ്പോൾ എന്ത് ചെയ്തു, 1700 രൂപ അധികമായി കൊണ്ടുവന്നു. സോ 7700 രൂപ. സോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1600 രൂപയാണ്. ഇത് ഡെയിലി ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, സെറ്റിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ കാര്യങ്ങൾ, അതായത് മാർജിൻ സിസ്റ്റവും ഇനീഷ്യൽ മാർജിൻ, മെയിൻ്റനൻസ് മാർജിൻ, അതുപോലെ വേരിയേഷൻ മാർജിൻ, അതുപോലെ മാർക്കിംഗ് ടു മാർക്കറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഡെയിലി സെറ്റിൽമെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്